أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما وقع عليهم الرجز قالوا يا موسى ادع لنا ربك بما عهد عندك لئن كشفت عنا الرجز لنؤمنن لك ولنرسلن معك بني إسرائيل فلما كشفنا عنهم الرجز إلى أجل هم بالغوه إذا هم ينكثون فانتقمنا منهم فأغرقناهم في اليم بأنهم كذبوا بآياتنا وكانوا عنها غافلين. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا ودمرنا ما كان يصنع فرعون وقومه وما كانوا يعرشون. നമ്മൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും അതേപോലെ തന്നെ ഫിർഔനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കുറേ മാനസികാവസ്ഥകൾ, മനഃശാസ്ത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് കിട്ടും. ആളുകളുടെ ഒരു സ്വഭാവം പൊതുവായിട്ട് നമുക്ക്
ഈ ആയത്തുകൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു സംഗതിയാണ്. അതിലേറ്റവും പ്രധാനവും ശ്രദ്ധേയവുമായ ഒരു സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത കോലത്തിലുള്ള ശിക്ഷകളാണ് ഇവർക്ക് അള്ളാഹു നൽകിയത്. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒന്ന് തൂഫാനാണ്. തൂഫാൻ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. വെള്ളം മൂടിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ എന്ത് ചെയ്യും? ഗതാഗതങ്ങൾ മുടങ്ങും, ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങൾ മുടങ്ങും, തൊഴിലുകൾ മുടങ്ങും, കൃഷികൾ മുടങ്ങും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒന്നിന്ന് വേറൊന്നൊക്കെ തിരിയാൻ പറ്റാത്ത രൂപത്തിലുള്ള ശിക്ഷകളാണ് അള്ളാഹു കൊടുത്തത്. പിന്നെ വൽ ജറാദാണ്, ഒരു തരം വെട്ടുകിളികൾ. എവിടെ നോക്കിയാലും ഈ സാധനം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ റബ്ബർ മൊന്നൊക്കെ ഉള്ളൊരു പ്രാണികളുണ്ടല്ലോ വീട്ടിലൊക്കെ അങ്ങനെ വരുന്നേ, കോട്ടരുമ. അതൊക്കെ അങ്ങോട്ട് വർദ്ധിച്ചാൽ ഒരു വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കടന്നുറങ്ങാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ഭക്ഷണം വിളമ്പി വെക്കാൻ പറ്റില്ല. എന്തായിരിക്കും അവസ്ഥ? പടച്ചോൻ കൊടുക്കണ ഒരു അവസ്ഥയാണ് ജറാദ്. പിന്നെ എന്താണ് പോലെ കുമ്മൽ, പേന്, അല്ലെങ്കിൽ ഒരു തരം ചെള്ള്. എന്തെടുത്താലും അതിലൊക്കെ എന്താണ്? ഈ സാധനങ്ങളാണ്. വല്ലഫാദ്യ, തവളകൾ. എവിടെ നോക്കിയാലും തവളകൾ. വദ്ദമ്, ബ്ലഡ്, രക്തം. ഭക്ഷണം വിളമ്പിയാൽ അതിൽ വെള്ളം മുഴുവനും ബ്ലഡിന് നിറം. അങ്ങനെയാണ് പരീക്ഷിച്ചു പഠിച്ചു. അപ്പോൾ ഇതിങ്ങോട്ട് വന്നപ്പോഴേ ഇവരെന്ത് തീരുമാനിച്ചു? ശരിക്ക് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, അങ്ങനത്തെ ഒരു ഇടങ്ങേറിന് വരുമ്പോൾ ഉണ്ടാവില്ല ആൾക്കാർക്ക് ഒരു ഭക്തി. ഈ പ്രശ്നം ഒന്നാണ് നീങ്ങി കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. അപ്പോൾ ഒരു മൂസാ നബിയത്ത് വന്നു പ്രാർത്ഥിക്കണം, ഞങ്ങൾ ഈ ബുദ്ധിമുട്ടൊന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി പറയണം. ഇത് ഒഴിവായി കിട്ടിയ ഞങ്ങൾ എന്തായാലും നിന്നിൽ എന്ത് ചെയ്യും? വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഓർക്ക് തൽക്കാലം ഇത് നീങ്ങി കിട്ടലാണ് ആവശ്യം. പക്ഷെ ഇവർ മറന്നുപോയൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് നീക്കിക്കൊടുക്കണ പടച്ചോന് എന്ത് ചെയ്യും? ഇതിനേക്കാളും വലുത് കൊടുക്കാൻ പറ്റുന്നുള്ളത് പോലെ ആലോചിക്കണം. ഇത് നീങ്ങി കിട്ടിയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ഞങ്ങൾ വിശ്വസിച്ചോളാന്ന് പറയുമ്പോൾ, ഇത് നീക്കിക്കൊടുക്കണ പടച്ചോന് ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ അവരെ പരീക്ഷിക്കാൻ പറ്റും എന്ന കാര്യത്തെക്കുറിച്ച് അവരെന്ത് ചെയ്യുന്നില്ല? ആ സന്ദർഭത്തിൽ ഓർക്കുന്നില്ല. പടച്ചോനും എങ്ങനെ പിൻവലിച്ചു കൊടുത്ത ഒരു നിശ്ചിത സമയം വരേക്കാണ് നീക്കിക്കൊടുത്തു. ഒരു കൃത്യ സമയം വരേക്ക് മാത്രമാണ് എന്ത് ചെയ്തത്? അത് നീക്കിക്കൊടുത്തത്. പക്ഷെ അത് നീങ്ങേണ്ട പണിയുള്ളൂ. അപ്പോഴേക്കിനും അവരെന്ത് ചെയ്തു? അവരുടെ വാക്ക് ലംഘിച്ചു. അവരൊരിക്കലും അവരുടെ കരാറുകളും പൂർത്തിയാക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്ത്? ഒന്നിച്ച് അവരേറ്റ് പോവുകയും അവസാനം എന്ത് ചെയ്യാണ്? ഒന്നിച്ച് മുങ്ങി ചാവുകയും ചെയ്യുന്ന അവർക്കുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും നൽകാൻ വലിയ ഒരു പ്രയാസമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇന്നത്തെ ഒരു സമ്പന്നനെ നാളെ ദരിദ്രനാക്കാനും ഇന്നത്തെ ഒരു ദരിദ്രനെ നാളെ സമ്പന്നനാക്കാനും നിമിഷങ്ങളെ കൊണ്ട് അള്ളാഹുവിന് പറ്റും. അതിൻ്റെ ഒരു ഹിക്മത്ത് അള്ളാഹ്ക്ക് എന്താണ്? ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു 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 തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ മരണമോ ഒരു അട്ടിമറി ഒന്നല്ല. മൊത്തത്തിലുള്ള ഫിറോവിൻ്റെ എല്ലാ ആൾക്കാരെയും ആണ് മുഖ്യൻ കൊന്നിട്ട് ആ ഭൂമി ആർക്ക് അധീനപ്പെടുത്തി കൊടുക്കുകയാണ്? ബനൂ ഇസ്രായേൽ. എത്രയാണ് നിമിഷങ്ങളെ കൊണ്ടല്ലേ അധികാരം കിട്ടുന്നത്? അടിമകൾ യജമാനന്മാരും യജമാനന്മാർ അടിമകളുമായി മാറുന്നത് നിമിഷങ്ങളെ കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം അത്രേ ഉള്ളു പടച്ചോന്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹു എന്തായിരിക്കുന്നു? ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭരണാധികാരികൾക്കും മുകളിലൊരു ഭരണാധികാരിയുണ്ട്. എല്ലാ കഴിവുകൾക്കും അപ്പുറത്ത് കഴിവുള്ള ഒരാളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മറക്കാതിരിക്കണം. അങ്ങനെ മറക്കാതിരിക്കുമ്പോൾ നിരാശയൊന്നും നമുക്കുണ്ടാവുന്നില്ല. എല്ലാ കാര്യത്തിലും നമുക്ക് എന്ത് ചെയ്യുന്നു? ശുഭപ്രതീക്ഷകൾ ഉണ്ടാകുന്നു. എന്തും ചെയ്യാൻ നമുക്കുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും നൽകുന്നു. ഇപ്പോൾ രണ്ട് സുപ്രധാന കാര്യങ്ങളാണ്. തൽക്കാലം ഇടങ്ങേറ് നേടാൻ വേണ്ടി ഭയങ്കര ദ്വാ, അത് കഴിഞ്ഞാൽ പിന്നെ ഇനി നന്നായിക്കോളാം, ഇനി ഞാൻ ഇങ്ങനത്തെ കാര്യത്തൊക്കൊന്നുമില്ല, ഇനി ഞാൻ ഏറ്റവും ഉഷാറേക്കാരെന്നൊക്കെ പറയും. ഓൻ്റെ ഇടങ്ങേറ് നീങ്ങി കിട്ടിയാലോ പിന്നെ വൈക്ക് കാണൂല. ഒരു മനസ്സിലാക്കണം, ഈ നീക്കിയ പടച്ചോൻ അതിനേക്കാളും വലിയ പുതിയൊരിടങ്ങേറ് ബുദ്ധിമുട്ടും തരാൻ പറ്റുമെന്നത് പലപ്പോഴും
ഈ കരാർ ലംഘിക്കുന്നവർ ആലോചിക്കാറില്ല എന്നതാണ് വസ്തുത. അതൊരു പ്രധാന കാര്യം. രണ്ടാമത്തെ എന്ത് ചെയ്യും? ഏത് പ്രതീക്ഷയില്ലാത്ത അവസ്ഥകളെയും എന്തു ചെയ്യാണ്? മാറ്റാനും പ്രതീക്ഷ നൽകുന്നൊരവസ്ഥയിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് പരിവർത്തിപ്പിക്കുവാനും അള്ളാഹുവിന് നിമിഷങ്ങളെ ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഇനി വായിക്കാൻ പോകുന്ന ഭാഗം. വായിച്ചു നോക്കൂ. വലമ്മ വക്കാ അലൈഹിമുർ റിജ്സു. അവിടെ റിജ്സ് എന്ന ശിക്ഷ ഇവർക്ക് കൊടുത്ത ഈ ഇടങ്ങേറുകളുണ്ടല്ലോ, അത് അവരുടെ മേൽ സംഭവിച്ചപ്പോൾ എന്നാണ്. വക്കാ അലൈഹിം, അവരുടെ മേൽ സംഭവിച്ചു. അർ റിജ്സു എന്താണ്? ആ ശിക്ഷ അവരുടെ മേൽ സംഭവിച്ചപ്പോൾ എന്നാണ്. ഐ അൽ അദാബ് യഹ്തമിൽ അൽ മുറാദ് ബിഹി അത്താഊൻ കമാ ഖാല കസീർ മിനൽ മുഫസ്സിരീൻ യഹ്തമിൽ അന്ന യുറാദു ബിഹി മാ തഖദ്ദമ മിൽ ആയാത്ത് അത്തൂഫാൻ വൽ ജറാദ് വൽ ഖുമ്മൽ വൽ ലഫാദി വദ്ദം ഫഇന്നഹ റിജ്സുൻ വ അദാബുൻ. അപ്പം ഇങ്ങനെ ഓരോ ഇടങ്ങാറുകൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ അവർ പറയും കാലൂ യാ മൂസ, കാലൂ യാ മൂസ. അവർ പറയാണ് ഈ ബുദ്ധിമുട്ടും പരീക്ഷണം വന്നപ്പോഴേ, ഓ മൂസ ഉദ്ഉ ലനാ റബ്ബക, ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ റബ്ബിനോട് നീ ഒന്ന് എന്ത് ചെയ്യണം. പ്രവാചകനല്ലേ, പ്രവാചകനല്ലേ, ജീവിച്ചിരിക്കുന്ന ആളുകളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറയാം. അതിന് ഇസ്ലാമിൽ അനുവാദമുണ്ട്. ഇത് തെളിവാണ്. തശ്ഫഉ ലനാ എന്നാണ്. ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യരാണ് പ്രവാചകന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്ര ആൾ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആവശ്യപ്പെടാലോ, ഇനി പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ടി തശ്ഫഉ ലനാ, ഞങ്ങൾക്ക് മൂസ ബിമാ അഹദല്ലാഹു ഇൻദഹു, മനസ്സിലായില്ലേ, മിൽ വഹി വശറ. അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? മൂസാ നബി അലൈഹി സ്വലാമിന് വഹി കൊടുത്തിട്ടുണ്ട്, മതപരമായ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അള്ളാഹുമായിട്ടൊരു കരാറുള്ള വ്യക്തി എന്ന നിലക്ക് എന്താണ് നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള, നിൻ്റെ റബ്ബിന് നിൻ്റെ അടുക്കലുള്ള ആ കരാർ നിശ്ചയപ്രകാരം എന്താണ്? നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അവർ പറഞ്ഞു വന്നു. അപ്പോൾ അവർ പറഞ്ഞ നിബന്ധനയാണെന്ത്? എന്താണ്? ലഇൻ കശഫ്ത അന്ന റിജ്സ, എന്താണ്? നീ ഞങ്ങളിൽ നിന്നും ഈ ശിക്ഷയെ നീക്കിത്തരുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ പ്രാർത്ഥന മൂലം എന്താണ് ഈ ശിക്ഷ ഞങ്ങൾക്ക് ഒഴിവായി തരികയാണെങ്കിൽ ലനുഅ്മിനന്ന ലക, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും. വലനുർസിലന്ന മഅക ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകാരെ നിന്നോടൊപ്പം ഞങ്ങൾ അയച്ചു തരും. അവർ പിന്നെ ഇനി അടിമകളല്ല, അവരെ ഞങ്ങൾ മോചിപ്പിച്ചു തരും എന്ന്. ഇത് നാട്ടുകാർ മൊത്തം കുടുങ്ങിക്കാണ്. ഈജിപ്തിലെ മൊത്തം ജനങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ശിക്ഷകളിലും പ്രതിസന്ധികളിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഇമാം സഅദി ഇവിടെ പറയേണ്ടെന്നറിയാം, നീക്കിത്തരാൻ വേണ്ടി പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ത് വലന്നു അന്നഹു ഇദാ റുഫിഅ ലാ യുസീബുഹും ഗൈറഹു. ഇതണ്ട് പോയാൽ പിന്നൊന്ന് വരൂല എന്നാ അവർ വിചാരിച്ച്. ഇത് നീക്കണ പടച്ചോൻ ഇതിനേക്കാളും വലിയ ഇടങ്ങേറ് എന്ത് ചെയ്യും? തരാൻ പറ്റും. തൽക്കാലം പ്രാർത്ഥിക്കുക, ഒഴിവായി കിട്ടിയ പിന്നെ നമ്മൾ പഴയമാരി തന്നെ ആവാം എന്നാണ് അവർ തീരുമാനിച്ചത്. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല ഇതിനേക്കാളും വലുത് അള്ളാഹുവിന് തരാൻ പറ്റും. അങ്ങനെ ഫലമ്മ കശഫിന അൻകുമുർ റിജ്സ, അവരിൽ നിന്നും ആ ശിക്ഷ നാം നീക്കിക്കൊടുത്തപ്പോൾ ഇല അജ്ജലിൻ ഹും ബാലിഗൂഹ്, എന്താണ്? കാലാകാലത്തേക്കല്ല നീക്കിക്കൊടുത്തത്, ഒരു അവധി, അത് പ്രാപിക്കുന്നത് വരെ അവരിൽ നിന്ന് എന്ത് ചെയ്യുക? ശിക്ഷ നീക്കിക്കൊടുത്തു. ഒരു സമയം പറഞ്ഞു, ആ സമയം എത്തിയാൽ എന്തു ചെയ്യും? പഴയ പോലെ ആവും. അത് പറഞ്ഞിട്ടാണ് നീക്കിക്കൊടുത്തത്. ഇദാഹും യൻകുസൂൻ, അപ്പോഴതാ അവർ ആ വാക്ക് ലംഘിക്കും. ലനുഅ്മിനന്ന ലക എന്നൊക്കെ പറഞ്ഞത് അവർക്ക് ഓർമ്മേനല്ല. ഞങ്ങൾ എന്തായാലും നിന്നിൽ എന്ത് ചെയ്യും? ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ബനു ഇസ്രായേലിനെ പറഞ്ഞേക്കാന്ന് പറഞ്ഞൊന്നും അവർക്ക് എന്തില്ല, ഓർമ്മയില്ല. നക്കസ യൻകുസൂൻ, അവരെന്ത് ചെയ്തു? ആ കരാറ് ലംഘിക്കുന്നതാണ് കാണുന്നത് എന്നാണ്. ഒരിക്കലും അവരത് പാലിക്കുവാൻ തയ്യാറായില്ല. അപ്പം എന്താ ഉണ്ടായത്? ഫന്തഖംനാ മിൻഹും ഫഅഗ്റഖ്നാഹും ഫിൽ യം ബിഅന്നഹും കദ്ദബൂ ബിആയാതിനാ വകാനൂ അൻഹാ ഗാഫിലീൻ. ഫന്തഖംനാ മിൻഹും, അങ്ങനെ നാം അവരിൽ നിന്നും എന്ത് ചെയ്തു? പ്രതികാര നടപടിയെടുത്തു.
ഫന്തഖംനാ മിൻഹും, നമ്മൾ അവരിൽ നിന്നും എന്ത് ചെയ്തു? പ്രതികാര നടപടിയെടുത്തു. ശിക്ഷ അള്ളാഹു എന്ത് ചെയ്തു? അവരുടെ മേലെന്ത് ചെയ്തു? നടപ്പിലാക്കി. ഐ ഹീന ജാ അൽ വഖ്തുൽ മുഅക്കത്ത് ലിഹലാക്കി, അവരെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചൊരു അവധി എത്തി. ഇതും പ്രധാനപ്പെട്ട ഒരാശയമാണ്. എന്താ അറിയോ? തൽക്കാലം ഒന്നും സംഭവിക്കുന്നില്ല എന്നത് നമ്മളൊക്കെ നല്ലവരാണ്, സുരക്ഷിതരാണ് എന്നതിന് അർത്ഥമില്ല. അള്ളാഹു എന്തിനും ഒരു അവധി വെക്കും. ആ അവധി വരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ അവരെന്ത് ചെയ്യും? മുന്നോട്ട് പോകും. പിന്നെ അവിടെ വെച്ചിട്ട് പടച്ചവനൊരു പുടുത്തൻ പൊടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ സമയത്ത് അവർ അന്തം വിടുക. അതാണ് ഫന്തഖംനാ മിൻഹും, നാം അവരിൽ നിന്നും എന്ത് ചെയ്തു? പ്രതികാര നടപടി എടുത്തു. എന്നാൽ അവരെ നശിപ്പിച്ചു എന്നർത്ഥം കേട്ടോ. അങ്ങനെ ആ സന്ദർഭത്തിലാണ് എന്ത് ചെയ്യണത്? മൂസാ നബി തൻ്റെ കൂടലൂടെ അമറല്ലാഹു മൂസ അൻ യസ്രി ബിബനി ഇസ്രാഈല ലൈലൻ. അങ്ങനെ അള്ള ശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ച രാത്രിയിൽ മൂസാ നബിയോട് അള്ള പറഞ്ഞു, എന്ത്? നിൻ്റെ കൂടെ വരാവുന്ന എല്ലാ അനുയായികളെയും ബനു ഇസ്രായേലിയരും കൂട്ടിങ്ങാട് നീ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പോകണം എന്ന് അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെയാണ് മൂസാ നബി ഇസ്ലാം അവിടുന്ന് പോകുന്നത്. വഅഖ്ബറഹു അന്ന ഫിർഔൻ സയത്ബഉഹും വഹുവ ജുനൂദുഹു, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ വിവരം ഫിറൗന് കിട്ടും, അവരൊക്കെ പാടെ നിൻ്റെ കൂടെ വരികയും ചെയ്യുന്നു. അള്ളങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കല്ലേ കൃത്യമായിട്ട്. മൂസാ നബി അസ്ലാമോട് പോരുമ്പോൾ പറയില്ല, ഇന്നനി ആക്കുമാ അസ്മാഉ പറ. ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ നേർക്ക് നേരുള്ള നിർദ്ദേശപ്രകാരമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഫന്തഖംനാ മിൻഹും ഫഅഗ്റഖ്നാഹും ഫിൽ യമ്മി, അവർ നാം എന്ത് ചെയ്തു? ആ യമ്മിൽ, ചെങ്കടലിൽ എന്ത് ചെയ്തു? മുക്കിക്കളഞ്ഞു. ഫഅഗ്റഖ്നാഹും ഫിൽ യം, അങ്ങനെ ആ കടലിൽ അവരെന്ത് ചെയ്തു? മുക്കിക്കളഞ്ഞു. ബി അന്നഹും കദ്ദബു ബി ആയത്തിന, കാരണം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ വ്യാജമാക്കി. വക്കാനു അൻഹാ ഗാഫിലീൻ, എന്താണ്? അതിനെ തൊട്ട് അവരെന്തായിരുന്നു? അശ്രദ്ധരായിരുന്നു. ഈ കാര്യം വിശുദ്ധ ഖുർആൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇന്ന ഹാ ഉല ഇല ഷിർദിമത്തും കലീലൂൻ. ഫിറൗൻ പറയണ, എന്താ ഇപ്പം ഇവരൊക്കെ ആകെ കുറച്ച് ആൾക്കാരല്ലേ, ഇവരെ കൈകാര്യം ചെയ്യാൻ എന്താ പ്രശ്നം? വ ഇന്നഹും ലനാല, നമ്മളെന്ത് ചെയ്യും? നമ്മൾ വിജയിച്ചു പോകുന്നവർ തന്നെയാണ്. വ ഇന്നാല ജമീഉൻ ഹാദിറൂൻ ഫഅഖ്റജ്നാഹും മിൻ ജന്നാത്തിൻ വഉയൂൻ വകുനൂസിൻ വമഖാമിൻ കരീം കദാലിക വൗറസ്നാ ബനി ഇസ്രായേൽ. എന്താ നിങ്ങൾ, എന്ത് നല്ല സൗകര്യങ്ങളും. ഈജിപ്തല്ലേ, നല്ല പഴങ്ങളും തോട്ടങ്ങളും നദികളും ഒക്കെ ഉള്ള നല്ല നാടാണ്. ആ നാട്ടിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ആട്ടിപ്പായിപ്പിക്കാനാണ് അവർ പോരുന്നത്. മനസ്സിലല്ലേ? തിരിച്ചു വരുന്നല്ലേ വിചാരിക്കണത്. തിരിച്ചു വരില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ട് ഇനി ഉണ്ടാവില്ലല്ലോ വിചാരിച്ചൊന്ന് നോക്കി പോവാ. അതിനും കൂടി പറ്റിയില്ല. ഓരെന്താ വെച്ചാൽ മൂസാ നബിനെ ആൾക്കാരെ കാട്ടി പുറത്താക്കി ഇങ്ങാണ്ട് തിരിച്ചു വരാച്ച് പോവാണ്. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങല്ലേ ഫിറൗൻ, വലിയ സൗകര്യങ്ങളിൽ നിന്നിട്ട് റോട്ടുമൊക്കെ ഇറങ്ങാണ്. എന്നിട്ട് മൂസാ നബിൻ്റെ കൂടെ പോവാണ്. അല്ല പറയണോക്കി നിങ്ങൾ എന്താ ഉണ്ടായത്? അങ്ങനെ ഫഅഖ്റജ്നാഹും മിൻ ജന്നാത്തിൻ വഉയൂൻ വകുനൂസിൻ വമഖാമിൻ കരീം, നിധിശേഖരങ്ങളിൽ നിന്ന്, ഏറ്റവും മാന്യമായ സ്ഥലങ്ങളിൽ നിന്ന്, തോട്ടങ്ങളിൽ നിന്ന്, അരുവികളിൽ നിന്ന് അവരെ നാം പുറത്താക്കി. എന്നിട്ട് ഓലെ ഇറങ്ങിപ്പോയ ആ കൊട്ടാരവും സൗകര്യങ്ങളും മുഴുവൻ ആർക്കാണ് കൊടുത്ത്? വഔറസ്നാഹാ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായേലുകാർക്ക് അതാണ് കൊടുത്തു. അങ്ങനെയാണ് എന്ത് ചെയ്യണത് ഉണ്ടായത്. അങ്ങനെ പോണ സമയത്താണ് എന്ത് ചെയ്യണത്? അവിടെ എത്തിയപ്പോൾ ഫലമ്മ തറ അൽ ജംആൻ കാല അസ്ഹാബ് മൂസ ഇന്നാല മുതറക്കും. പടച്ചോൻ ഈ ഫിറൗനെയും കൂട്ടക്കാരി ഇവിടുന്ന് ഇറക്കി ഓല ലുൽമൊക്കെ പാടെ കടലിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ കൊണ്ടുപോവുകയാണ്. അള്ളാഹു ഇവരെ നശിപ്പിക്കാൻ വേണ്ട തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ആ രക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരുന്ന ബനു ഇസ്രായേലിൽ മൂസാ നബിനോട് എന്താണ് ചോദിക്കുകയാണെന്ത്? എന്താണ് മൂസേ, ഇനിയിപ്പോൾ എന്താ പടച്ചോൻ്റെ സഹായം? മുന്നിലെത്തി. ഇന്നാല മുതറക്കൂൻ, എന്തിനായി മുന്നിലെത്തണത്? ഓലൊന്നായിട്ട് കടലിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോഴും എന്താണ് ഇവർ ചോദിക്കണതാണ്, എന്താണ്? അപ്പോൾ മൂസാ നബി കാല കല്ല ഇന്ന മഅയ റബ്ബേ സയഹ്ദീൻ, എന്താണ്? എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവനെനിക്കൊരു വഴി കാണിക്കും.
ഫൗഹൈനാ ഇലാ മൂസ. അവിടെ വെച്ച് അള്ളാഹു മൂസ, ഇതൊക്കെ നടക്കുന്ന അള്ള നേരത്തെ കൊടുത്താണ്. നിങ്ങളിന്ന് രാത്രി പോകണം, നിങ്ങളെ പിന്നാലെ ഫിറോവും വരും, കൂടെ വരും എന്നൊക്കെ അള്ളാഹു മൂസാ നബിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ പോവുകയാണ്. ഇലാ മൂസ അനിൽ റിബി അസാക്കൽ ബഹർ. അങ്ങനെ എന്ത് ചെയ്തു? കടലിലടിച്ചു. ഫം ഫലക ഫകാന കുല്ലു ഫിറക്കിൻ കത്തൗദിൽ അലി ചെയ്തു. കടലിലടിച്ചു. വെള്ളം എന്ത് ചെയ്തു? രണ്ട് ഭാഗമായി മാറി നിന്നു. ഫം ഫലക ഫകാന കുല്ലു ഫിറക്കിൻ കത്തൗദിൽ അലി. വലിയ കൂമ്പാരമായിട്ട് വെള്ളം അങ്ങനെ നിന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യണത്? മൂസാ നബി അലൈഹി ഇസ്ലാമും വഞ്ചൈന മൂസ വമഅഹു അജ്മഈൻ, മൂസാ നബിൻ്റെ ഒപ്പം ഉണ്ടാവലൊക്കെ രക്ഷപ്പെട്ടു. സുമ്മ അഗ്റഖനൽ ആഖരീൻ. ഓലൻ കടന്നു പോയ ഉടനെ എന്ത് ചെയ്തു? ബാക്കി വരുന്ന മുഴുവൻ ആളുകളെയും ഒന്നിച്ചെന്ത് ചെയ്തു? മുക്കിക്കൊല്ലുകയും ചെയ്തു എന്നാണ് പറയണത്. അപ്പോൾ എന്താണ് ആ സംഭവം ആലോചിക്കുക. സെക്കൻഡുകളെ കൊണ്ടാണ് അള്ളാഹു ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കി പറയും ദാ ഔറസിനൽ കൗമല്ലദീന, അല്ലേ? ഔറസിനൽ കൗമല്ലദീന കാനൂ യുസ്തലഅഫൂന മശാരിക്കൽ അർദ് വമഗാരിബഹ അല്ലതി ബാറക്നാ ഫീഹാ. അങ്ങനെ ഔറസിനൽ കൗമല്ലദീന കാനൂ യുസ്തലഅഫൂന മശാരിക്കൽ അർദ് വമഗാരിബഹ. എന്താണ് ഇവിടെ അർദ് പറഞ്ഞാൽ ഈജിപ്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. അതായത് ഔറസിനൽ കൗമ, ഒരു ജനതയ്ക്ക് നാം എന്ത് ചെയ്തു? അനന്തരാവകാശം കൊടുത്തു. ആരാണ് അവർ? കാനു യുസ്തലഅഫൂന, അവർ എന്താണ്? ദുർബലരാക്കപ്പെട്ട, ബലഹീനരായി ഗണിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു മുസ്തലഅഫീങ്ങൾ. മശാരിക്കൽ അർദ്, മശാരിക്കൽ അർദ് ഭൂമിയുടെ കിഴക്കു ഭാഗത്തും അതേപോലെ തന്നെ മഗാരിബഹ പടിഞ്ഞാറ് ഭാഗത്തും, അല്ലത്തി ബാറക്കന ഫിഹ, അവിടെ നാം എന്ത് ചെയ്തു? അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ്. നാം ബർക്കത്താക്കിയിട്ടുള്ളതായ ഒരു ഭൂമി, ആ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് നമ്മൾ എന്ത് ചെയ്തു? അവകാശങ്ങൾ, ഭൂമിയുടെ അധികാരങ്ങൾ അവർക്ക് നൽകി എന്നാണ്. ഇവിടെ ബാറക്കന ഫീഹ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫലസ്തീൻ, ഫലസ്തീനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. ഫലസ്തീൻ്റെ പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ശരിക്കും അന്നത്തെ കാലത്ത് ഷാം എന്ന് പറയുന്ന പ്രദേശമാണെന്ത് ഈ ഫലസ്തീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും അവിടെ എന്താണ് പിന്നെ ഭയങ്കരമായ കൃഷിയും അതേപോലെ തന്നെ നല്ല പിന്നെ പഴങ്ങളും ഫലങ്ങളും ഒക്കെ ഉള്ള നല്ല നാടാണ്. അതാണ് ബാറക്കന എന്ന് പറയാൻ ഒരു കാരണം. രണ്ടാമത്തേത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി വരെയുള്ള ആളുകളൊക്കെ എന്താണ് ഈ പരിസരങ്ങളിലാണ് പ്രബോധനം ചെയ്തതും ജീവിച്ചതും. അതുകൊണ്ടാണ് അനുഗ്രഹീതമായ ഭൂമി എന്ന് പറയാനുള്ള മറ്റൊരു കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ ബൈത്തുൽ മുഖദ്ദസൊക്കെ ഉള്ള പുണ്യഭൂമിയാണ്. ഈ എല്ലാ അർത്ഥത്തിലുമാണ് എന്ത് ചെയ്യുന്നത് അവിടെ പുണ്യഭൂമി എന്ന് പറയാൻ കാരണം. നമ്മൾ നേരത്തെ കണ്ടു വനുരീദു അന്നമുന്ന അലല്ലദീന ഉസ്തുദഇഫു ഫിൽ അർദ് വനജഅലുഹും അഇമ്മത്തൻ വനജഅലുഹുൽ വാരിത്തി എന്ന് സൂറത്തുൽ ഖസസിൽ പറയുന്നുണ്ട്. അല്ലൊരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. എന്താ പറയുക? ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് അനുഗ്രഹം നൽകാനും അധികാരം വരുത്താനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അല്ല ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കാണ് വതമ്മത്തു കലിമത്തു റബ്ബിക്കൽ ഹുസ്ന. നിൻ്റെ റബ്ബിൻ്റെ വളരെ നല്ലതായ വാക്ക്, നിൻ്റെ റബ്ബിൻ്റെ വളരെ നല്ലതായ വാക്ക് അള്ളാഹു പൂർത്തിയാക്കി. ആരിൽ? അലാ ബനി ഇസ്രായേല, ബനു ഇസ്രായേൽക്കാരിൽ അള്ളാഹു ആ വാക്ക് പൂർത്തിയാക്കി. എന്താ കാരണം? ബിമാ സബറു. എന്താണ്? ബിമാ സബറു, അവർ ക്ഷമിച്ചത് നിമിത്തം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾക്ക് നേരെ ചെറിയ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു പേടി, ഒരു ഫോബിയ എല്ലാവരുടെ മനസ്സിലും ഒരു പേടി കൂടും. പേടി കുടുങ്ങുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യണത്? ക്ഷമകേടാണ് കാണിക്കണത്, അല്ലേ? ആൾക്കാരെന്താ കാണിക്കണേ? ക്ഷമകേടാണ് കാണിക്കണം. ക്ഷമിക്കുകയാണ് വേണ്ട എല്ലാ കാര്യം. മനസ്സിലായില്ലേ? ലോകത്ത് ഏറ്റവും വലിയ പീഡനങ്ങളേറ്റ വ്യക്തിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും അതേപോലെ തന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബും അതേപോലെ തന്നെ നമ്മളെ അഹ്മദ് ബിൻ ഹംബലും. ഇവരൊക്കെ ശരിക്കും പീഡനങ്ങളേറ്റത് ആരെത്തുന്ന അറിയോ? ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഭരണാധികാരികളിൽ നിന്നല്ല, മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം മക്കത്ത് സമാധാനപരമായിട്ടല്ല നടത്തിയത്. ഭീഷണികളും ബഹിഷ്കരണങ്ങളും അതേപോലെ തന്നെ വധഭീഷണികൾക്കും നടിയിൽ നിന്നിട്ടാണ് ഇസ്ലാമിക പ്രബോധനം നടത്തിയത്. അപ്പോൾ എന്താ വെച്ചാൽ
അങ്ങനത്തെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മുസ്ലിം എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ്. എന്താണ്? ബിമാ സബറു. ഇതൊക്കെ കിട്ടാനുള്ള കാരണം ഖുർആൻ പറഞ്ഞത് ബിമാ സബറു. ക്ഷമ ഭയങ്കരമാണ്. ക്ഷമ കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ എന്തെങ്കിലും നമുക്കൊരു പ്രതികൂലാവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ ക്ഷമിക്കാതിരുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ലേ? ഒറ്റ പ്രയോജനം. നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ആ ബുദ്ധിമുട്ടിന് ക്ഷമകേട് കാണിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ അതിന് വിപരീതമായ അവസ്ഥകൾ ധാരാളമുണ്ട് താനും. ക്ഷമകേട് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസുഖങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, ഭയങ്കര പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരും. ക്ഷമകേട് കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്താണ്? ക്ഷമിക്കാതിരുന്നു വിചാരിച്ചിട്ട് പ്രശ്നം പോവോ? നടക്കേണ്ടതൊക്കെ നടക്കും. അപ്പോൾ എന്താണ്? ഏറ്റവും ക്ഷമയോടുകൂടെ എന്ത് ചെയ്യാണ്? നമ്മൾ നിലകൊള്ളുക എന്നുള്ളതാണ് കാര്യം. അതൊരു ക്ഷമിക്കുന്ന ആളുകൾക്ക് എന്താവും? എന്ത് ചെയ്യും? ആ ക്ഷമയുടെ ചൂടിലും പ്രശ്നത്തിലും ഇരുട്ടിലും ഒരു വെളിച്ചം അള്ളാഹു പ്രത്യേകമായി നൽകും. അതാണ് ബിമാ സബറു. അവർ ക്ഷമിച്ചത് നിമിത്തം അവർക്ക് അള്ളാഹു എന്ത് ചെയ്തു? ഭൂമിൻ്റെ അധികാരം കൊടുത്തു. എത്രയായിരിക്കും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെയുള്ള ആൾക്കാർ സഹിച്ചിട്ടുണ്ടാകാമെന്ന് ആലോചിക്കണം. കാരണം അത്രയും ഭീകരനായിട്ടുള്ള ഏകാധിപതിയായിട്ടുള്ള ഒരു ചക്രവർത്തിൻ്റെ കീഴിൽ എന്തെല്ലാം പീഡനങ്ങളും എന്തെല്ലാം അക്രമങ്ങളും എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ്. വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔൻ വഖൗമഹു വമാ കാനൂ യഅരിശൂൻ. വദമ്മർന, നമ്മൾ തകർത്ത് കളഞ്ഞു. മാ കാന യസ്നഉ ഫിർഔൻ, എന്താണ്? ഫിർഔൻ നിർമ്മിച്ചുണ്ടാക്കിയ മുഴുവൻ വസ്തുക്കളും നമ്മൾ തകർത്ത് കഴിഞ്ഞു. വഖൗമുഹു, അവൻ്റെ ജനതയും. വമാ കാനൂ യഅരിശൂൻ, അവർ കെട്ടി ഉയർത്തിക്കൊണ്ടുവന്നതിനെയും നമ്മൾ തകർത്ത് കഴിഞ്ഞു. ശരിക്ക് പറയണം തരങ്ങൾ, ഈ കിബിത്തികൾ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന പോലെയാണ്. യന്ത്രത്തിന് പകരമാണ് ആരുപയോഗിച്ചിരുന്നത് പറയണത്? മനുഷ്യന്മാരുപയോഗിച്ചത്. ആൾക്കാരെ എണ്ണം കൂട്ടി കൊടുക്കുക. അതായത് ഭാരം പോലൊരു വസ്തുവാണെങ്കിൽ അത് വഹിക്കാൻ എന്ത് ചെയ്യുക? 100 ആൾക്ക് പറ്റൂലെങ്കിൽ എന്ത് ചെയ്യുക? 500 ആളെ കൊടുക്കുക. എന്നിട്ട് പൊന്തിക്കാൻ പറയാം. അതെ, അത് പോയി കണ്ട അത്ഭുതം തന്നെയാണ്. നമുക്ക് ഓരോക്കെ അതിത്തൊരു കല്ലിൻ്റെ വലിപ്പം തന്നെ, ആ കല്ല് അത്രയും കൃത്യം അളവിലും വലിപ്പത്തിലും മുറിച്ചിട്ടെടുക്കണമെങ്കിൽ, എന്നിട്ടത് അതിൻ്റെ മുകളിലേക്ക് കയറ്റണമെങ്കിൽ, അതിൻ്റെ ഒരു ആകാരം എന്താ? ആകൃതി ആലോചിച്ചോക്കെ നിങ്ങൾ. കുത്തനല്ലല്ലോ പടുക്കണത്, ചെരിച്ച പടുക്കണത്. അത് എത്തും തോറും ഇങ്ങനെ എന്ത് ചെയ്യണം? ത്രികോണത്തിൻ്റെ ആകൃതിയിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് സൈഡ് മുഴുവൻ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അങ്ങേയറ്റത്തെ വാസ്തുശില്പത്തിൻ്റെ ഇതിൻ്റെ നിർമ്മാണ വൈഭവങ്ങളുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റിയ കാര്യം. ഇപ്പോഴൊരു കേടില്ല അങ്ങ് നിൽക്കണ്. അപ്പോൾ അവിടെ പോയി കണ്ടാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഒരു ഒഴിഞ്ഞൊരു പറമ്പിൽ ഇങ്ങനെ വിശാലമായി നിൽക്കണത് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. കണ്ട അത്ഭുതം തന്നെയാണ് സംഗതി. ആ ഒരു കല്ലൊക്കെ പൊന്തിച്ച് കയറ്റണമെങ്കിൽ ഇന്നൊക്കെ ഇപ്പോൾ ക്രെയിനുകൾ ഉപയോഗിക്കണ കാലത്ത് എന്തൊക്കെ വേണം? ഒക്കെ മനുഷ്യന്മാരെ കൊണ്ടുണ്ട് വലിപ്പിച്ച് കയറ്റി. എവിടുന്നാ കൊടുന്നുകണ്? അതിൻ്റെ പരിസരത്തൊന്നും ഒരു പാറ തന്നെയില്ലേ. ഇപ്പം നമ്മളെ നോക്കടിൻ്റെ പരിസരത്ത് നമ്മൾ നോക്കിയാൽ പാറകളോ പാറക്കൂട്ടങ്ങളോ ഒന്നും നമ്മൾ കാണൂല. എവിടുന്ന അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ശരിക്കും ആ ആൾക്കാരൊക്കെ ആ പണി പൂർത്തിയാകുമ്പോഴേക്കിന് എന്തായിട്ടുണ്ടാകും മാനസികമായും ശാരീരികമായിട്ടൊക്കെ. അങ്ങനത്തെ പീഡനങ്ങളിൽ നിന്നാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു എന്തായത്? യജമാനന്മാരെ മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലും അതേപോലെ തന്നെ അടിമകളെ മുഴുവൻ എന്ത് ചെയ്തു? കൊട്ടാരത്തിലും കയറ്റി. ആ പടച്ചോൻ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ വിശ്വാസം എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണമെന്ന് മാത്രം. വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔൻ, ഫിർഔൻ നിർമ്മിച്ചുണ്ടാക്കിയതെല്ലാം എന്ത് ചെയ്തു? നമ്മൾ തകർത്ത് കഴിഞ്ഞു. വഖൗമുഹു, അവൻ്റെ ജനതയും. വമാ കാനൂ യഅരിശൂൻ, അവർ കെട്ടി ഉയർത്തിയതെല്ലാം എന്ത് ചെയ്തു? നശിപ്പിച്ചു. കോട്ടകൾ, കൊട്ടാരങ്ങൾ, അണക്കെട്ടുകൾ, കൂറ്റൻ കെട്ടിടങ്ങൾ, തോട്ടങ്ങൾ, കൃഷികൾ മുതലായവയെല്ലാം എന്ത് ചെയ്തു? ഒക്കെ പടച്ചോൻ എന്ത് ചെയ്തു? നശിപ്പിച്ചു എന്നാണ് കംപ്ലീറ്റ്. ഇവർ മുങ്ങൽ വേറെ, മുങ്ങിച്ചാകണതോടൊപ്പം തന്നെ അള്ളാഹു എന്ത് ചെയ്തു? ഈജിപ്തിനെ എന്ത് ചെയ്തു? മുഴുവൻ തകർത്ത് കളഞ്ഞു. അവരുണ്ടാക്കിയ സാധനങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു?
രണ്ടാമതൊരു പുനഃസൃഷ്ടിയിലാണ് എന്ത് ചെയ്യണത്, അവിടുന്ന് രക്ഷപ്പെട്ട് വന്ന് പിന്നെ ഇസ്രായേലിയർ എന്ത് ചെയ്തു, അതിൻ്റെ ഭരണാധികാരങ്ങളും എന്ത് ചെയ്തു, എല്ലാം അവർ ഏറ്റെടുത്തിട്ടാണ് മുന്നോട്ട് പോയത് എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ വാക്കും അള്ളാഹുവിൻ്റെ കരാറും യാഥാർത്ഥ്യമായി വന്നു എന്നർത്ഥം. അപ്പം എന്നിട്ട് ഖുർആൻ ഇങ്ങനെ വായിച്ചാൽ മതി, എപ്പോഴും ഒരു സമാധാനക്കുറവുണ്ടാവില്ല. അർത്ഥം അറിയാതെ വായിച്ചാൽ തന്നെ കിട്ടും. അർത്ഥം കൂടി അറിയുന്നുണ്ടെങ്കിൽ എന്താണ്, ഒന്നും ഉണ്ടാവില്ല. പരലോകത്തെ സംഭവങ്ങൾ പറയുമ്പോഴും ഖശഅത്തിൽ അസ്വാത്തുലിർ റഹ്മാൻ എന്നാണ്. അതായത് പരലോകം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, എല്ലാ ശബ്ദങ്ങളും നിശ്ചലമായി നിശബ്ദമാവുമല്ലോ. ആ നിശബ്ദമാകുമ്പോൾ ആ നിശബ്ദത ആർക്കാണ്, ലിർ റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പോഴും അള്ളാഹിൻ്റെ നാമം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് പരമകാരുണ്യമെന്നാണ്. ആ പരലോകത്തിൻ്റെ സമ്പൂർണമായ മൂകത, ഭീകരമായ നിശ്ചലാവസ്ഥ, അതിനെക്കുറിച്ച് പറയുമ്പോൾ പോലും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വാക്ക് എന്താണ് റഹ്മാൻ എന്നാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും അറിയുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓതി വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ വഖഅ അലൈഹിമുർ റിജ്സു ഖാലൂ യാ മൂസാ قالوا يا موسى ادع لنا ربك بما عهد عندك لئن كشفت عنا الرجز لنؤمنن لك ولنرسلن معك بني إسرائيل فلما كشفنا عنهم الرجز إلى أجل هم بالغوه إذا هم ينكثون فانتقمنا منهم فأغرقناهم في اليم بأنهم كذبوا بآياتنا وكانوا عنها غافلين وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا
വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔനു വഖൗമുഹു മാ കാന യസ്നഉ ഫിർഔനു വഖൗമുഹു വമാ കാനൂ യഅ്രിശൂൻ.